ഒരിക്കൽ എന്നോട് നീന കാണിച്ച സ്നേഹത്തിന് ഒരല്പം ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ പറയൂ, ഇതെന്റെ കുഞ്ഞാണോ? അല്ല. പിന്നെ പിന്നെ ബോബിയുടേതല്ല. പക്ഷേ എന്റെ രക്ഷയ്ക്ക് ഈ കുഞ്ഞിനൊരു അച്ഛനുണ്ടായേ പറ്റൂ. വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുന്നത്. എങ്കിൽ ആരുടേതാണ് കുട്ടി? അത് ഞാൻ പറയില്ല. പ്ലീസ്. ഞാൻ പറയില്ല. പ്ലീസ് പറയില്ല. നീ പറയാനടി. എനിക്ക് ആവശ്യമുള്ളത് കിട്ടിക്കഴിഞ്ഞു കേട്ടോ. എല്ലാം കെട്ടിപ്പൊട്ടിക്കോ. നിന്നെ ഇപ്പൊ ഇവിടെ ഇറക്കി വിടും. ഇങ്ങനൊരു കുഞ്ഞില്ല. എന്തൊരു ക്ലിയർ. ഡാഡി എല്ലാരും കേട്ടോളൂ. ഇവിടെ നടന്ന കള്ളനാടകത്തിന്റെ അവസാന രംഗത്തിന് തിരശ്ശീല വീഴാൻ പോകുന്നു. ചാക്കോച്ചനെ വിളിക്കണോ? വിളി. പള്ളിയിൽ നിന്ന് പള്ളിക്കാരെ, അച്ഛനെ, നാട്ടുകാരെ വിളിക്കണോ? വിളി. എല്ലാരെയും വിളി. പൂച്ചു പുറത്തിയാൻ പോകുന്നു. ബോബി കള്ളനും ചതിയനും അല്ല എന്നുള്ള സത്യം നിങ്ങൾ എല്ലാവരും അറിയാൻ പോകുന്നു. പ്രസംഗം വേണ്ട, കാര്യം പറ. Hear it from the horse's mouth. അവൾ ഇവിടെ കെട്ടിച്ചമച്ചൊരുക്കി കൊണ്ടുവന്ന കഥ പുളു, പച്ചപ്പുളു. ഇപ്പൊ പൊളിച്ചേരാം. അവളുടെ വായിന്ന് തന്നെ കേട്ടോ. എന്നിട്ടിപ്പോ ഇങ്ങനൊരു നാടകം കളിക്കേണ്ട കാര്യം എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കും നിനക്കും ഇങ്ങനൊരു കുഞ്ഞില്ലാന്ന് നമുക്ക് രണ്ടുപേർക്കും. ഇവളിവിടെ കൊണ്ടുവന്ന കൊച്ച് എന്റെ കൊച്ചല്ല എന്ന് ഇവളുടെ വാ കൊണ്ട് പറയുന്നത് ഏതാനും നിമിഷങ്ങൾക്കാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് അത് ആരുടെ കൊച്ചാണെന്ന് ഇവളെ കൊണ്ട് പറയിക്കാം. വിളി, പോലീസിനെ വിളി. തള്ളയും പിള്ളേ ഒരുമിച്ച് അകത്താക്കണം. അതാ വേണ്ടത്. ശ്രദ്ധിച്ചു കേട്ടോ. കുഞ്ഞിനെ പുറത്താക്കാനും വേണ്ടിയല്ല, എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി. ഒരിക്കൽ എന്നോട് നീന കാണിച്ച സ്നേഹത്തിന് ഒരല്പം ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഇതെന്റെ കുഞ്ഞാണ്. ഇതിലുണ്ടായിരുന്നു. ഡാഡി സത്യത്തിൽ ഇതിലുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ കാണിച്ചു. എറിഞ്ഞു പൊട്ടിക്കും ഞാൻ. നീന എന്നോട് വാ. ആ കൈ മാതാവിന്റെ രൂപത്തിൽ. നീ സത്യം ചെയ്യ്, ഇതെന്റെ മകൻ ബോബിയുടെ കുഞ്ഞാണെന്ന്. സത്യം ചെയ്യ്. അതെ, ഇത് ഡാഡിയുടെ മോന്റെ കുഞ്ഞ് തന്നെ. അയ്യോ, ഞാൻ സത്യം ചെയ്യാം. ഇതെന്റെ കുഞ്ഞല്ല. എങ്ങനെ സത്യം ചെയ്യും? എങ്ങനെ വേണം സത്യം ചെയ്യാം? എന്ത് വേണം സത്യം ചെയ്യാം? എവിടെ വെച്ച് വേണം സത്യം ചെയ്യാം? എവിടെ തൊട്ട് വേണം സത്യം ചെയ്യാം? ആരുടെ മുമ്പിൽ വെച്ച് വേണം സത്യം ചെയ്യാം? ആരാടാ അച്ഛാന്ന് വിളിച്ചു? ഞാനൊന്നും കേട്ടില്ലല്ലോ. ഇപ്പോഴും വിളിച്ചു. ഇവിടുന്നായിരുന്നോ? എന്ത് സത്യം ചെയ്യണം? എന്റെ വയറ്റിൽ ചെവി വെച്ച് കിടന്നിട്ട് എന്നോട് പറഞ്ഞിട്ടില്ലേ കുഞ്ഞിന്റെ അച്ഛാന്നുള്ള വിളി കേട്ടൂന്ന്? എപ്പോ? ഇല്ലെന്ന് മാതാവിനെ തൊട്ട് സത്യം ചെയ്യാമോ? അത് പിന്നെ സത്യം ചെയ്യടാ. ഡാഡി, അത് തമാശക്ക് പിന്നെ പെണ്ണിന് ഗർഭം ഉണ്ടാക്കിയിട്ട് മുങ്ങിക്കളയുന്ന തമാശ. ഡാഡി ഇങ്ങനെ ചീപ്പായിട്ട് സംസാരിക്കരുത്. ചീപ്പിനെസ് നിനക്ക് പ്രവർത്തിക്കാം അല്ലേ? എനിക്കിപ്പോ പൂർണ്ണ വിശ്വാസമായി ഇത് നിന്റെ കുഞ്ഞ് തന്നെയാണ്. ബേബി വന്ന ഉടനെ ഈ വിവാഹം നടത്തിയേ പറ്റൂ. ചാക്കോച്ചനോട് എന്ത് പറയണമെന്ന് എനിക്കറിയാം.